ഞാനിപ്പോൾ നിൽക്കുന്നത് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിൻ്റെ ക്യാപിറ്റലായ പോർട്ട് ബ്ലെയറിലെ സെല്ലുലാർ ജയിലിന് മുകളിലാണ്. എന്താണ് സെല്ലുലാർ ജയിലിൻ്റെ പ്രത്യേകത? നമുക്ക് ചരിത്രങ്ങളെല്ലാം അറിയാം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ ധീരദേശ സേനാനികളെ തടവിൽ പാർപ്പിക്കുന്നതിനു വേണ്ടി, ഒറ്റപ്പെടുത്തുന്നതിനു വേണ്ടി, ശാരീരികവും മാനസികവുമായി പീഡിപ്പിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതാതിരിക്കുന്നതിനു വേണ്ടി അവരെ കൊണ്ടിടാൻ പറ്റിയ ഒരു തടവറ നിർമ്മിച്ച സ്ഥലം, അതാണ് സെല്ലുലാർ ജയിൽ. തടവുകാരെ കൊണ്ട് തടവുകാർക്ക് വേണ്ടി നിർമ്മിച്ച ഒരു തടവറ, അതുതന്നെയാണ് കാലാപാനി. കാലാപാനി എന്നാൽ കറുത്ത വെള്ളം. ചെന്നൈയിൽ നിന്നും 1200 കിലോമീറ്റർ അകലെ ബേ ഓഫ് ബംഗാളിൽ മുത്തുമാല കോർത്തതുപോലെ ചെറുതും വലുതുമായ 580-ൽ പരം കൊച്ചു കൊച്ചു ദ്വീപസമൂഹങ്ങൾ അവിടെ നിർമ്മിച്ച ഒരു ചക്രത്തിൻ്റെ 7 ആരക്കാലുകൾ പോലെ നിർമ്മിച്ച ഒരു തടവറ. 1896-ൽ പണി തുടങ്ങി 1906-ൽ പണി പൂർത്തിയാക്കി 896 സെല്ലുകളുമായിട്ടുള്ള ഒരു ബൃഹത്തായ തടവറ. ഓരോ സെല്ലും വളരെ ചെറിയ ഇടുങ്ങിയ മുറി. ആ സെല്ലിനുള്ളിൽ 3 മീറ്റർ ഉയരത്തിൽ ഒരു ചെറിയ കിളിവാതിൽ. അതിൻ്റെ ഫ്രണ്ടിലുള്ള ഡോർ വളരെ വലിയ ഇരുമ്പ് പട്ടകൾ കൊണ്ട് നിർമ്മിച്ച അഴികൾ. അത് കടന്ന് പുറത്തേക്ക് കടക്കുക എന്ന് പറയുന്നത് ഒരു തടവ് പുള്ളിക്കും സാധ്യമാകുന്ന കാര്യമല്ല. തമ്മിൽ കാണാതിരിക്കുന്നതിന് വേണ്ടി ഒരു വിങ്ങിൻ്റെ മുൻവശം വരുന്നത് അടുത്ത വിങ്ങിൻ്റെ പുറകുവശത്താണ്. അങ്ങനെ നിർമ്മിക്കുമ്പോൾ സെല്ലിൻ്റെ വരാന്തയിൽ ഇറങ്ങി നിന്നാൽ പോലും അപ്പുറത്തുള്ളവരോ അല്ലെങ്കിൽ അടുത്തുള്ളവരോ ആരെയും തമ്മിൽ കാണാൻ സാധിക്കുകയില്ല. ഈ തടവറയിൽ കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ പുറം ലോകം പിന്നീട് കാണുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. ചിലപ്പോൾ ഒരു കുടുംബത്തിലെ തന്നെ അംഗങ്ങളുണ്ടാവാം, ഒരു നാട്ടിലെ അംഗങ്ങളുണ്ടാകാം. എങ്കിൽ പോലും പരസ്പരം കാണാനോ അറിയാനോ യാതൊരു നിർവാഹവും ഉണ്ടാവുകയില്ല. വളരെ ക്രൂരമായ പീഡനമായിരുന്നു അവർ കേൾക്കേണ്ടിയിരുന്നത്. ധാരാളം തെങ്ങുകളുള്ള ആൻഡമാൻ ഐലൻഡ്സിൽ സുലഭമായി കിട്ടുന്ന തേങ്ങ ആട്ടിയെടുത്ത് ഓരോ ദിവസവും 30 പൗണ്ട് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ കടുകെണ്ണയോ ഉണ്ടാക്കണമായിരുന്നു. അതുകൂടാതെ ഈ തൊണ്ട് മുഴുവനും തല്ലി പിരിച്ച് കയറുകളാക്കേണ്ടിയിരുന്നു. അവിടെ ചെയ്യുന്ന ജോലിക്ക് പ്രായവ്യത്യാസമോ ആരോഗ്യ വ്യത്യാസമോ ഇല്ലായിരുന്നു. പ്രായം കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും ആരോഗ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർ പറയുന്നത്ര ജോലി ചെയ്യണം. ചെയ്തില്ലെങ്കിൽ ഒന്നുകിൽ മുക്കാലിയിൽ കെട്ടിയിട്ടടിക്കും, അല്ലെങ്കിൽ വലിയ വടി കൊണ്ടടിക്കും, മലമൂത്ര വിസർജനങ്ങൾ കുടിപ്പിക്കും, കഴുത്തിൽ വലിയ ഇരുമ്പ് വളയങ്ങളിട്ട് കയ്യിലും കാലിലും ഇരുമ്പ് വളയങ്ങൾ കൊരുത്ത് അത് ചങ്ങലയുമായി ബന്ധിപ്പിച്ച് ഇരിക്കാനോ കിടക്കാനോ പറ്റാത്ത രീതിയിൽ ഒരേ നിലയിൽ നിൽക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഈ തടവ് പുള്ളികൾ. ആരെങ്കിലും എതിർക്കുകയോ ചെറുക്കുകയോ ചെയ്തു പോയാൽ അവർക്ക് കൊടുക്കുന്ന ശിക്ഷ മുക്കാലിയിൽ കെട്ടിയുള്ള അടി. അത് തടവുകാർ തന്നെയാണ് പലപ്പോഴും സഹ തടവുകാരെ അടിക്കേണ്ടതായിട്ട് വരുന്നത്. അത്ര ക്രൂരമായ പീഡനം. ഓരോ ജയിൽ മുറിയിലും 2 ഇരുമ്പ് പാത്രങ്ങൾ ഉണ്ടാവും. ഒന്ന് കഞ്ഞി കുടിക്കുന്നതിനും മറ്റേത് മലമൂത്ര വിസർജനം നടത്തുന്നതിനും. ഇരുമ്പ് പാത്രത്തിൽ കഞ്ഞി കുടിക്കുമ്പോഴുണ്ടാകുന്ന വയറിലെ അസ്വസ്ഥതയും ബുദ്ധിമുട്ടും അത് ചിലപ്പോൾ വയറിളക്കത്തിലേക്കും അതിസാരത്തിലേക്കും ഒക്കെ നയിക്കും. ആ മുറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന അടുത്ത പാത്രത്തിൽ വേണം മലമൂത്ര വിസർജനം നടത്താൻ. ഇനി രാത്രിയിൽ ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ അനുവാദമില്ല. അതെല്ലാം സ്വന്തം സെല്ലിനുള്ളിൽ തന്നെ സാധിച്ചു കൊള്ളണം. അതായിരുന്നു നിയമം. കൂടുതലായി എതിർക്കുകയോ ചെറുക്കുകയോ അനുസരണക്കേട് കാണിക്കുകയോ ചെയ്യുന്നവരെ തൂക്കിക്കൊല്ലുമായിരുന്നു. 3 തൂക്ക് കയറുകളുള്ള ഒരു മുറി. ആ മുറിക്കുള്ളിലേക്ക് കയറ്റി കഴുത്തിൽ തൂക്ക് കയറിട്ട് കഴിഞ്ഞാൽ അവർ നിൽക്കുന്ന പ്ലാറ്റ്ഫോം 2 വശങ്ങളിലേക്ക് മാറും. അപ്പോൾ ആ മൃതശരീരം അടിയിലുള്ള ഒരു ചേംബറിലേക്കാണ് പോകുന്നത്. അവിടെ എത്ര പേരെ തൂക്കിക്കൊന്നിട്ടുണ്ടെന്നോ എത്ര പേരവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നോ ഇതുവരെ യാതൊരു കണക്കും ഇല്ല. ആൻഡമാൻ എന്ന വാക്കിനർത്ഥം മലയാ ഭാഷയിലെ ഹനുമാൻ എന്നർത്ഥമുള്ള ഹാൻഡിമാൻ എന്ന വാക്കിൽ നിന്നാണ് ആൻഡമാൻ എന്ന വാക്കുണ്ടായത്. അതുപോലെ നിക്കോബാർ എന്ന് പറഞ്ഞാൽ തമിഴ് ഭാഷയിൽ നക്കാവരം എന്ന വാക്കിൽ നിന്നാണ് നിക്കോബാർ എന്ന വാക്കുണ്ടായത്. നക്കാവരം എന്നാൽ ലാൻഡ് ഓഫ് നേക്കഡ് എന്നാണ് അർത്ഥം. ഈ പ്രദേശത്തിന് പോർട്ട് ബ്ലെയർ എന്ന് പേര് കൊടുത്തത് ബ്രിട്ടീഷ് നാവികനായിരുന്ന ആർച്ച്ബാൾഡ് ബ്ലെയർ ഈ പ്രദേശം ആദ്യമായി കണ്ടെത്തിയതിനാലാണ് ഇതിൻ്റെ ക്യാപിറ്റൽ സിറ്റിക്ക് പോർട്ട് ബ്ലെയർ എന്ന പേര് കൊടുത്തത്. 7 വിങ്ങുകളുള്ള ഈ തടവറയുടെ മധ്യത്തിലായി ഒരു വാച്ച് ടവർ ഉണ്ട്. ആ വാച്ച് ടവറിൻ്റെ മുകളിലായി ഒരു മണി ഉണ്ടായിരുന്നു. ആ മണി മുഴക്കുന്നത് തടവുകാരെ ഭയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. വാച്ച് ടവറിൽ നിന്ന് നോക്കിയാൽ ഈ 7 വിങ്ങിലുമുള്ള ആരെങ്കിലും പുറത്തിറങ്ങിയാൽ അവരെ കാണത്തക്ക രീതിയിലാണ് ഈ വാച്ച് ടവർ നിർമ്മിച്ചിരുന്നത്. അതുകൊണ്ട് ഒറ്റ ഒരു വാച്ച്മാൻ മതിയായിരുന്നു ഈ 7 വിങ്ങിലുമുള്ള തടവുകാരെ നിരീക്ഷിക്കുന്നതിന്. സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് ബോംബാക്രമണത്തിൽ തകർന്ന പല സെല്ലുകളും പിന്നീട് ഗവൺമെൻറ് തന്നെ നശിപ്പിച്ച്
അവിടെ വേറെ പല കെട്ടിടങ്ങളും നിർമ്മിച്ചിരിക്കുകയാണ്. സെല്ലുലാർ ജയിലിരുന്ന ഭാഗത്താണ് താഴെ കാണുന്ന കെട്ടിടങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത്. സ്കൂളുകൾ, ഹോസ്പിറ്റലുകളും മറ്റ് പല ഗവൺമെൻറ് ഓഫീസുകളും. വളരെ വലിയൊരു ഹോസ്പിറ്റൽ ഇവിടെ കാണാം. അത് സെല്ലുലാർ ജയിലിൻ്റെ മറ്റ് വിങ്ങുകളിരുന്ന സ്ഥാനത്താണ്. ലാസ്റ്റ് അവരുടെ അവസാന ആഗ്രഹം ചോദിക്കും. അപ്പോൾ അവർക്ക് ഏതെങ്കിലും മതാചാര പ്രകാരം അവരുടെ മൃതശരീരം സംസ്കരിക്കണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ഒരു വസ്തുവും അവിടെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. അത് ചെല്ലുന്ന ഉടനെ നമുക്ക് കാണാൻ സാധിക്കും. ബ്രിട്ടീഷുകാർക്കെതിരെ സംഘടിക്കാതിരിക്കാനും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വീര്യം ശക്തി കുറയ്ക്കുന്നതിനും മാനസികവും ശാരീരികവുമായി ഇവരെ തളർത്തുന്നതിനും വേണ്ടിയാണ് ഇത്രയും വലിയ ബൃഹത്തായ ഒരു തടവറ നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ കയറി നിന്ന് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സ് അത്രയധികം സങ്കടം കൊണ്ട് നിറയും. എത്രമാത്രം ധീര സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ജീവിതമാണ് ആ മണ്ണിൽ പൊലിഞ്ഞു വീണത്. ഒരിക്കൽ പോലും സ്വന്തം മാതൃരാജ്യത്തേക്ക് മടങ്ങി വരാൻ സാധിക്കുകയില്ല എന്നുള്ള കടുത്ത നിരാശയിൽ, പീഡനത്തിൻ്റെ ആധിക്യത്തിൽ പലരും ആത്മഹത്യ ചെയ്യുക വരെ ചെയ്തിട്ടുണ്ട്. എത്ര പേരെ അങ്ങോട്ട് കൊണ്ടുപോയി എന്നതിനോ എത്ര പേർ തിരിച്ച് അവിടെ നിന്ന് പുറത്തു വന്നു എന്നതിനോ കൃത്യമായ കണക്കുകളൊന്നുമില്ല. അങ്ങനെ ഇന്ത്യക്കാരെ പീഡിപ്പിക്കാനും സ്വാതന്ത്ര്യ സമരത്തെ അതിനിശ്ചിതമായി അടിച്ചമർത്തുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ നിർമ്മിച്ചെടുത്ത ഒരു മഹാമന്ദിരമാണ് സെല്ലുലാർ ജയിൽ. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 1969 മുതൽ അതൊരു നാഷണൽ മോണ്യുമെൻ്റ് ആയിട്ട് സംരക്ഷിക്കുകയാണ്. ധാരാളം സന്ദർശകർ അവിടെ ചെല്ലുന്നുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോകൾ അവിടെ നടത്തുന്നുണ്ട്. സ്വാതന്ത്ര്യ സമരകാലത്തെ ആ സെല്ലുലാർ ജയിലിലെ പീഡനങ്ങളും സ്വാതന്ത്ര്യ സമര ചരിത്രങ്ങളും അതിൻ്റെ നേതാക്കന്മാരെ എല്ലാം കാണിച്ചുകൊണ്ടുള്ള ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയാണ് എല്ലാ ദിവസവും വൈകുന്നേരം അവിടെ നടത്തുന്നത്. അതിനുവേണ്ടി അറേഞ്ച് ചെയ്തിരിക്കുന്ന കസേരകളാണ് ഇവിടെ കാണുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ അമൂല്യമായ തങ്കലിപികളിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു വസ്തുതയാണ് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സും അതിലെ സെല്ലുലാർ ജയിലും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.